മലപ്പുറത്തേക്കാണ് നമ്മയൊക്കെ വല്ലാതെ തലകുനിപ്പിച്ച സംഭവമാണ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിറത്തിന്റെ പേരിൽ അവഹേളനം നേരിട്ട നവവധു ആത്മഹത്യ ചെയ്ത സംഭവം. പുലരുളി മെല്ലെ വന്നു ചേർന്നു, പുതുദിനം പൂവ് ചൂടി നിന്നു, അതിലൊരു പൂത്തുമ്പി തേൻ തേടിയോ. പൂങ്കുയിൽ പാടാനായി ശ്രുതി തേടിയോ. താരങ്ങൾ മയങ്ങിയോ, വെണ്ണീകങ്ങൾ ഉണർന്നു. നാളെ മലയാളം ക്ലാസ്സിൽ പറയാനുള്ള ഒരു കഥ ഉണ്ട്. ഇവിടെ 100 കൂട്ടം പണി കിടക്കുമ്പോഴാ നീ അച്ഛനോടെങ്ങാനും പോയി ചോദിക്കാം. എനിക്കങ്ങും വയ്യ. മനുഷ്യ, നിനക്ക് ചായ ഒന്നും വേണ്ടായോ? ഓ, തലയിരിച്ചല്ലേ ബുക്ക് വായിക്കും. ശരി, മോളിങ്ങോ. അച്ഛൻ പറഞ്ഞു അമ്മയുടെ നല്ല വഴക്ക് കിട്ടിയല്ലേ? അമ്മ പറഞ്ഞു അച്ഛനോട് ചോദിക്കാം. എന്ത് കഥയാ മോക്ക് കേൾക്കുന്നത്? ഏതെങ്കിലും ഒരു കഥ പറ. എന്തോരെയായി കഥ? ഇന്ന് ചായ ഒന്നും വേണ്ടായോ? അച്ഛൻ നല്ലൊരു കഥ പറഞ്ഞു തരട്ടെ? പറ. ഒരിടത്ത് നന്നായിട്ട് നൃത്തം ചെയ്യുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരിക്കൽ தெரியாலையா? டீச்சர் எவ்வளோ ஸ்ட்ரிக்ட்னு தெரியும்ல. Give me 2 minutes, நான் இப்போ வரேன். ஷால் எடுத்து.
எல்லாரும் டான்ஸ் படிச்சீங்களா? ப்ராக்டிஸ் பண்ணியாச்சா? Yes, ma'am. இன்னைக்கு நான் ஒரு குட் நியூஸோட வந்திருக்கேன். இது நான் கம்போஸ் பண்ண பாட்டு, நான் கொரியோ பண்ண பாட்டு. அதனால தான் இவ்வளோ நாள் வெயிட் பண்ண வேண்டியதாக இருந்துச்சு. நம்ம ஒரு ஸ்டேஜ்க்காக வெயிட் பண்ணிட்டு இருந்தோம். ஒரு பெரிய ஸ்டேஜில் நம்ம இந்த பாட்டை பெர்ஃபார்ம் பண்ண போகிறோம். எப்படியானுவா? அப்புறமா சொல்கிறேன். சர்ப்ரைஸ் தான். இந்த ப்ராஜெக்ட் வந்து என்னோட ரொம்ப நாள் கனவு. ஸோ இது ரொம்ப பர்ஃபெக்டாக இருக்கணும் நம்ம ஸ்டேஜில் பண்ணும்போது. ஸோ நம்ம டீமில் கொஞ்சம் சேஞ்சஸ் பண்ண வேண்டியதாக இருக்குது. பூஜா, நீ இந்த பக்கம் வா, நீ இப்படி இங்கே வா, நீ முன்னாடி வா, இங்கே நில்லு. பூஜா அப்படி நில்லு, இங்கே நில்லு, இங்கே வா. ஸோ இந்த பொசிஷனில் தான் நம்ம ஸ்டேஜில் பர்ஃபார்ம் பண்ண போகிறோம். ஓகே கேர்ள்ஸ், ப்ராக்டிஸ் பண்ணிகிட்டே இருங்க. நான் கால் அட்டன் பண்ணிட்டு வரேன். ஏன் இன்னும் சுகமா இருக்கு? நீ உன் ஃபேவரட் மோமோ நான் வாங்கிட்டேன். 2 பேரும் ஜாலியாக லக்ஷ்மி வா, வந்து ப்ராக்டிஸ் பண்ணு. 2 minutes தான், 2 minutes. ஸோ நீ முன்னாடி நின்னா என்ன, பின்னாடி நின்னா என்ன, உன்னோட சாங் உன்னோட கொரியோகிராஃபி. பார்க்க அழகா இருக்கணும் தானே மேம் இதெல்லாம் சொல்றாங்க. ഞാനെന്നെ എഴുതട്ടാ? ഇതെന്ത് കിടപ്പാടി ഇത്? ഡ്രസ്സ് മാറിയിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റ്, ഇങ്ങോട്ട് വാ. എന്താ പറ്റിയ മോക്ക്? മോള് വന്നപ്പോ തൊട്ട് അമ്മ ശ്രദ്ധിക്കുന്നതാണല്ലോ. മോക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇതൊന്ന് വായിക്ക്. അല്ല, നിന്റെ ഡാൻസ് ഒക്കെ എന്തായി? സ്റ്റേജ് കിട്ടിയോ? കിട്ടി. ലക്ഷ്മിയാ ലീഡർ. അപ്പൊ മോള് അമ്മ, നമ്മുടെ നിഴലുകൾ കറുത്തതല്ലേ? പിന്നെ എന്തിനാ ആളുകൾ അവരുടെ വെറുതെ സ്നേഹിക്കുന്നത്? ഇത്രയുള്ളോ കാര്യം? മോളിത് കണ്ടോ? അമ്മയുടെ ഡയറി ആയത്. അമ്മയുടെ ഇഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ അമ്മ ഈ ഡയറിയിലാണ് എഴുതിയിരുന്നത്. മോളും ഒന്ന് എഴുതി നോക്ക്. ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് ആർ ജെ സൂരജ്. ഹലോ. യെസ്, ആർജെ നിക്കി ഹിയർ. നിക്കി, നീ എവിടെയാ? സൂരജ്, ഇന്നലെ ഇവന്റ് കഴിഞ്ഞപ്പോ ലേറ്റ് ആയി. ഇവിടെ ഗസ്റ്റ് എത്താറായി. നവനീത് സാറ് ഭയങ്കര ചൂടിലാണ്. ഒരു 10 മിനിറ്റ്, ഞാൻ എത്തി. നീ പ്രിപ്പയർഡ് അല്ലേ? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഓക്കെ. ഹാപ്പി വാലന്റൈൻസ് ഡേ ടു ഓൾ ഓഫ് മൈ ലിസണേഴ്സ്. പ്രണയദിനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എന്താണ്? നിങ്ങളുടെ മനസ്സിൽ ക്രൈറ്റീരിയ ഫോർ ട്രൂ ലവ് എങ്ങനെയാണ്?
ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് ഈ പ്രണയത്തിന്, അല്ലേ? സത്യം. ക്വാളിറ്റീസ് വെച്ച് പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുക എന്നുള്ളത് അവരവരുടെ ഇഷ്ടം തന്നെയാണ്, അവരവരുടെ ഫ്രീഡമാണ്. യെസ് സൂരജ്, ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിനോട് വാലന്റൈൻസ് ഡേ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാ, വാലന്റൈൻസ് ഡേ ഒക്കെ ചേച്ചിയെ പോലെ നിറവും സൗന്ദര്യവും ഒക്കെ ഉള്ളവർക്കല്ലേ, അവർക്ക് എന്ത് വാലന്റൈൻസ് ഡേ എന്ന്. എന്താല്ലേ? ഈ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് പേരുടെ ഇടയിലെങ്കിലും ഉണ്ട്. സൗന്ദര്യ സങ്കല്പത്തിൻ്റെ പേരിൽ ഡാൻസ് പ്രോഗ്രാമിൻ്റെ മുൻനിരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അനുഭവം എൻ്റെ ഫ്രണ്ടിനുണ്ടായിട്ടുണ്ട്. പൂജയല്ലേ? പൂജ, എത്ര നാളെ കണ്ടിട്ട്, എനിക്കെന്നെ മനസ്സിലായില്ലേ? ടീന, സെന്റ് മേരീസ് സ്കൂളിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചിരുന്നു. എങ്ങനെ മറക്കാനല്ലേ? നമ്മൾ ഒരുമിച്ചുള്ള ആ ഡാൻസ് ഗ്രൂപ്പ്, എനിക്കതിടയ്ക്ക് മിസ് ചെയ്യാറുണ്ട്. എനിക്ക് മിസ് ചെയ്യാറുണ്ടോ പൂജ? പൂജ നീയായിട്ട് തുടങ്ങി വെച്ചതല്ലേ? എനിക്ക് പണ്ടത്തെ ആൾക്കാരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് അവളെ വിളിക്കാറുണ്ട്. അവള് നമ്മളെ പണ്ടത്തെ വീഡിയോസൊക്കെ അയച്ചു. എന്ത് ബോൾഡായിരുന്നു നീ എന്താന്നും മിണ്ടാത്ത? പൂജ, പൂജ, എടോ, താനിത് എന്താ ഇത്ര ലേറ്റായി? ഞാനിത് എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു. എന്നെയോ? നിങ്ങൾക്ക് ആള് മാറിയതാവും. അല്ല, ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നോ? സാരമില്ല. പിന്നെ പറ, തന്റെ വിഷമങ്ങളൊക്കെ മാറിയോ? എന്ത് വിഷമം? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ശരിക്കും പൂജയ്ക്ക് എന്നെ ഓർമ്മയില്ലേ? വെറുതെ ഡിസ്റ്റർബ് ചെയ്ത് ഒന്ന് പൊക്കൂടെ? അതിവിടെ നോക്കിയിട്ട് കാര്യമില്ല, അതൊന്നും കിട്ടാൻ പോകണില്ല. ആ ഡയറി തനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ അത് തിരികെ കിട്ടും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അതിപ്പോൾ മറ്റൊരാളുടെ കയ്യിലാണ്. ആരുടെ കയ്യിൽ? അതൊക്കെ പറഞ്ഞുതരാം, വാ. എടോ, ഒന്ന് കൂളാവടോ. ഞാൻ സീരിയസ് ആയിട്ട് തന്നോടൊരു കാര്യം ചോദിക്കട്ടെ. താൻ പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. എന്ത് സ്മാർട്ടായിരുന്നു. എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോയത്? ഞാൻ ചോദിക്കട്ടെ, തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് തോന്നി തുടങ്ങിയോ? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പൂജയെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേറെ ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്കെന്നല്ല, ഒരാൾക്കും എന്നെ മനസ്സിലാവില്ല. ശരിക്കും? എന്നാൽ പിന്നെ അതൊന്ന് നോക്കിയിട്ട് തന്നെ കാര്യം. താൻ നല്ലൊരു ഡാൻസർ അല്ലേ, ഇങ്ങനെയൊക്കെ വിഷമിച്ചാലോ? തനിക്കറിയാമോ ഞാൻ ഡാൻസ് നിർത്തിയിട്ട് എത്ര കാലമായെന്ന്? ഇനി താനല്ല ആര് വന്ന് പറഞ്ഞാലും എൻ്റെ തീരുമാനത്തെ മാറ്റില്ല. പക്ഷേ ഇവിടെ നൃത്തം ചെയ്യുമ്പോൾ തൻ്റെ നിഴലിനാണ് ഭംഗി. നിഴലിന് മാത്രമാണോ അതോ നിഴലിൻ്റെ രൂപത്തിന് അതിലേറെ ഭംഗിയാണ്. കാരിരുൾ കാട്ടിലെ കേക്ക്
பறிபோனதே என் நெஞ்சமே சிரிந்தேனும் செவி சாய்ப்பாயோ செவி சாய்ப்பாயோ വന്ദേനെ കൾവൻ കണ്ണൻ. ടീനെ എടുത്തോണ്ട് പോയ ഡയറി തേടി ചെന്നപ്പോ പൂജ അനുഭവിച്ച സന്തോഷങ്ങളൊക്കെ ഒരുപക്ഷെ അവളുടെ സങ്കല്പങ്ങളാവാം. എന്താ നീ ലേറ്റായ? പാർക്കിലേക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ രാവിലെ. എന്താണ് ഒരു മാറ്റമൊക്കെ? ഇനി വാലന്റൈൻസ് ഡേ ആയിട്ട് നിന്നെ ആരെങ്കിലും പ്രപ്പോസ് വല്ലതും ചെയ്തോ? ഒന്ന് പോവാം അവിടുന്ന്. ഡേ, ഇതുപോലൊരു വാലന്റൈൻസ് ഡേക്കാണ് നിന്റെ അച്ഛൻ എന്നെ പ്രപ്പോസ് ചെയ്തത്. ആഹാ, എന്നിട്ട് ഇതിനെക്കുറിച്ച് അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. പൂജ, ஏண்டி ஃபோன் பண்ணாம இருக்க? மெசேஜ் கூட ரிப்ளை இல்ல. என்னாச்சு உனக்கு? പിന്നെ ഞാനിവിടെ ചോദിക്കുന്നതിന് പോലും മറുപടി പറയാറില്ല. പിന്നെ എടി സോറി എടി, ഇച്ചിരി ബിസി ആയിപ്പോയി. ப்ரோக்ராம் வாஸ் ஆசம். மேம் கூட எவ்வளோ ஹாப்பி ஆயிட்டாங்க தெரியுமா? பட் நீ இல்லாம மிஸ் பண்ணிட்ட பூஜா. എടി, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ഡയറിയോ? ഇവളിപ്പോ ഡയറി ഒക്കെ എഴുതാൻ തുടങ്ങി. ആ എന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? എൻ്റെ ഡയറി നിങ്ങളുടെ കയ്യിലായിരുന്നോ? പ്രിയപ്പെട്ട മോൾക്ക്, അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അമ്മയെ അമിതമായി ആശ്രയിച്ചോ ഡയറിയിൽ എഴുതിയ വാക്കുകളിൽ അമിതമായി വിശ്വസിച്ചോ മോള് ജീവിക്കരുത്. ഒരു സ്ത്രീയുടെ ധൈര്യം അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയാണ്. ആരുടെയും സഹായമില്ലാതെ അത് നീ കണ്ടെത്തണം. വഴികാട്ടിയായി ഞാൻ നിനക്കൊരു ഡയറി നൽകി. പക്ഷേ നീ നിന്നെ സ്വയം മനസ്സിലാക്കിയ ദിവസം എനിക്ക് തോന്നി നീ ആ ഡയറിയെയോ അമ്മയെയോ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് ശരിയല്ലെന്ന്. അതിനാലാണ് ഡയറി എഴുതാൻ തുടങ്ങിയോ എന്ന് ചോദിച്ച് ഞാൻ നിന്നെ ആശയക്കുഴപ്പത്തിലാക്കിയത്. ഒരു സ്ത്രീയുടെ ധൈര്യം മറ്റൊന്നുമല്ല, അവളുടെ ഉള്ളിലെ വിശ്വാസവും ശക്തിയുമാണ്. ജീവിതത്തെ നേരിടാൻ മോൾ ഭയപ്പെടരുത്. എല്ലാ ദിവസവും ശോഭിക്കുവാൻ നിന്നിൽ തന്നെ നീ വിശ്വസിക്കുകയാണ്. അതിന് അമ്മയോ ഡയറിയോ ആവശ്യമില്ല. നിനക്ക് നീ തന്നെ മതിയാകും. സ്നേഹത്തോടെ, അമ്മ. അച്ഛാ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ ഡയറി എങ്ങനെയാ അവിടെ വന്നേ? ഹൃദയത്തിലേതോ അമൃതം കണ്ടു, ഹൃദയത്തിലാരോ അമൃതം കേട്ടു, ഏതോ There's a lot of pressure about being fair in the industry, in the media, in the print media, everywhere. I mean, whether you look at a hoarding or you look at a magazine or you look at television series or you look at a film, advertisement, everywhere you will see most women, I would say 99.9% women are fair. From childhood, me being dark, first of all, my siblings would make fun of me and call me Blackie, and then I would get called that name in school by a few, boys. And then it went on in modeling as well. I mean, there were some makeup artists who would call me Blackie, but not out of spite. It was more in fun. But then by that time, you've kind of grown up, so you become hardened. You kind of not let it affect you. But when you're younger, it does bother you. I mean, it bothered me to a large extent that I actually would use fairness creams, which is a total scam.
So obviously something is going wrong somewhere with more women being confident, more women coming out, more women speaking up, more women being educated. We should be in fact not having all of this. There should be more sense in what we are doing, but sadly there is a kind of a regressive trend that we are seeing lately.